പോയി. അയ്യോ അയ്യോ ഞാൻ ചത്തേ. നോക്കി നിൽക്കാൻ എന്നെ ഒത്ത് പൊക്കി എടുക്കടാ. എന്തേലും പറ്റിയോ അണ്ണാ? എന്തേലും പറ്റിയോന്ന്? ഇതിൽ കൂടുതൽ എന്താ പറ്റാനാടാ? ആകെ അങ്ങ് ചതഞ്ഞല്ലോണ്ണ. അതെ, കാലിന്റെ മുട്ട് ചതഞ്ഞ്. അതൊന്നും സാരമില്ല, ഇതൊക്കെ എനിക്ക് ശീലമാ. നീ പോയാ വണ്ടി ഒന്ന് നൂത്ത് വീണ. എന്നാ വണ്ടി ആകെ പൊളിഞ്ഞു കേട്ടോ. നിനക്ക് വണ്ടി പൊളിഞ്ഞത്, ഇവിടെ മനുഷ്യന്റെ പൊളിഞ്ഞിരിക്കുക. ഒന്നിറങ്ങും. 2 ദിവസം വണ്ടി കിടക്കുന്നുണ്ട്. വർക്ക്ഷോപ്പിൽ പണിയാൻ വെച്ചിരുന്ന വണ്ടിയാ. ഇനി ഇവിടുന്ന് മുങ്ങിയേക്ക, ഇല്ലെങ്കിൽ ബാക്കിയുള്ളതോടെ കേടാവും. അണ്ണ 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 വണ്ടി എടുത്തുണ്ടായി. അവസ്ഥയ്ക്ക് പറ്റിയ പാട്ട്. അയ്യോ ആരടാ വഴി. എടാ, ഒരു കാര്യത്തിന് വരുമ്പോൾ മര്യാദയ്ക്ക് വരണം. നാട്ടുകാരുടെ കയ്യിൽ നിന്ന് കിട്ടാഞ്ഞ കാര്യമായി. കഴിക്കൊന്നും പറ്റില്ലല്ലോ. ഏതായാലും ഒന്നും പറ്റിയില്ലല്ലോ. തത്തമ്മയുടെ സൗണ്ടുള്ള നീ എങ്ങനെയാണ് കൊണ്ടുപോയത്? 16 കൊല്ലം മുമ്പ് ഉഴുപ്പാലെ ബേബിച്ചായൻ, അതായത് നിങ്ങളുടെ അപ്പൻ, എന്റെ കൈ വെച്ച് തന്നാ തോണ്ടേ ഈ നീളത്തിലുള്ള കൊച്ചു വിച്ചാത്തി. കാണണോ തിരുമേനി? തിരുമേനിയല്ല, പള്ളിയിലച്ചൻ. ഇവിടെ ഉണ്ടായിരുന്നില്ല. എന്ത് ചെയ്ത് തകടില്ലേ? എടാ നീ കണ്ടായിരുന്നോടാ? ആണോ ചത്തി? കർത്താവേ, ഈ ഐറ്റങ്ങളെ കൊണ്ടാണോ ഞാൻ നടക്കുന്നത്? ഓ അണ്ണാ, അതൊക്കെ പോട്ടെ. നിന്നെ എന്താ അറിയാം ഇപ്പം ഇങ്ങോട്ട് വിളിപ്പിച്ചേ? ഇത്തവണ എന്തായാലും ആ ജല ജയിക്കും. പോകണ അണ്ണനേക്കത്തുള്ളൂ. അല്ലടാ, ഞാൻ ആ പോക്രി മുക്കിൻ്റെ ഫണ്ട് വെട്ടിച്ചത് ആ സാവും കൂട്ടർ അറിഞ്ഞിട്ടുണ്ട്. എന്തായാലും അവന്മാരത് വെച്ച് കളിക്കും. അപ്പോൾ ജല ജയിക്കും. അതുകൊണ്ട് എന്ത് വില കൊടുത്തും ജലജ തോപ്പിക്കണം. അതിനാ നിന്നെ ഞാനിപ്പോൾ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. അത് ഞാൻ ഏറ്റ്. അണ്ണാ, എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്. ആ പറ. നമുക്ക് ജലജ അങ്ങ് തട്ടിക്കൊണ്ട് പോയാലോ? അതൊന്നും വേണ്ട. ഞാനൊരു ഐഡിയ പറയാം. എന്തുവാണ്? അജിരി തറപ്പരിപാടിയാ. അതങ്ങനെ രണ്ടുപേരും കൂടെ അങ്ങ് ചെയ്താൽ മതി. ഇന്ന് രാത്രി 11 മണിയാകുമ്പോൾ നീ ജലജല വീട്ടിൽ കയറുന്നു. ഞാനോ? അപ്പൊ രാഘവനോ? രാഘവനെ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ എസ്റ്റേറ്റിൽ പറഞ്ഞു വിട്ടേ. അവൻ 2 ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ. നീ അവിടെ ചെല്ലും. എന്നിട്ട്
വാതിൽ തുറക്കുകില്ലേ കാപ്പിനി നിന്നെ ഞാൻ തുറക്കുകില്ലേ അങ്ങനെ അവളാകെ നാറി നാണം കെടും. നിന്നെപ്പോലൊരുത്തനുമായിട്ട് പൊക്കിയെന്നും പറഞ്ഞ് ഇലക്ഷന് നിൽക്കാൻ സ്ഥലവും വിടും. ഓക്കെ. ആ മതി മതി മതി, രണ്ടുപേരും പറഞ്ഞു കേട്ടല്ലോ. നമ്മൾ ലോകത്തിലേക്കും കൺട്രി, നമ്മൾ കള്ള് കുടിച്ചാൽ നമ്മളെ പോലീസ് പിടിക്കും. നമ്മൾ കള്ള് കുടിച്ചാൽ നമ്മളെ പോലീസ് പിടിക്കും. അല്ല ശരി, നമ്മുടെ സൈക്കിൾ എന്ത് ചെയ്യാൻ? സൈക്കിൾ നാളെ നോക്കാറ. അപ്പോൾ നമ്മൾ കൊണ്ട് വെച്ച് മറന്നല്ലോ. എന്നാലേ ഞാൻ ആലോചിക്കുന്നേ, എന്തൊരു തേപ്പാണ് ആ പെണ്ണ് തേച്ചത്. സിനിമയാണെങ്കിലേ എന്തൊരു തേപ്പാ പെണ്ണ് തേച്ചത്. ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ നടക്കുമോ ഞാൻ? നടക്കൂല, നടക്കും. എല്ലാവളുമാരും തേക്കൂല. ആശാന് പണ്ടൊരു തേപ്പ് കിട്ടിയില്ലേ, നമ്മുടെ ജലജ. അതൊക്കെ പോയാ. ഹലോ, ഇതൊക്കെ അറിയണോ? നിങ്ങൾക്ക് ഇപ്പോഴും അവരോട് ഇഷ്ടമുണ്ടോ? വേറൊരുത്തിന്റെ ഭാര്യ എങ്ങനെയാടാ ഇഷ്ടപ്പെടുന്നത്? അതും ശരിയാണ്. എത്ര നാള് കാത്തിരുന്ന് മൂത്രമൊഴിക്കുക. എടുത്തു വരുന്ന മനുഷ്യനുള്ള കെട്ടും പോവാ. നിങ്ങൾക്ക് ഇപ്പോഴും അതൊക്കെ ഓർത്ത് വിഷമമുണ്ടോ? നിങ്ങൾക്കിപ്പോൾ അവരെ കാണണോ? ഞാൻ കാണിച്ചു തരും. ഈ ഷിബു കാണിച്ചു തരും. വേണ്ടടാ, അവർക്ക് ഉറങ്ങാം. അവരുറങ്ങി കാണത്തില്ല, അതിനുള്ള സമയമായിട്ടില്ലല്ലോ. ഇപ്പൊ കുടുംബമൊക്കെ കണക്ക് സമയമല്ലേ, സീരിയല്. ഇങ്ങോട്ട് ഓ, ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് നമുക്ക് കണ്ടിട്ട് പോയാൽ മതി. ഇങ്ങോട്ട് അപ്പുറത്തെ വീടാണ്. നിങ്ങൾക്കറിയാം, അതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. ഈ മണ്ണമാരെ കൊണ്ട് ഒരെണ്ണം ഒഴിക്കാം.
വഴിയാ. അണ്ണാ സംഗതി അവനകത്ത് പോയിട്ടുണ്ട്. നിൽക്കടാ, സംഗതി ഒന്ന് കൊഴുക്കട്ടെ. കൊഴക്കട്ടെ പോ. പാടാ, എല്ലാരെയും വിളിച്ചു. എല്ലാരെയും വിളിക്കാൻ എന്താ സമൂഹ സിദ്ധിയുണ്ട്? പണ്ടാണ് കൊതു കുത്തി കൊല്ലുവാണല്ലോ. പൊന്നുടനെ ഇവിടെ എങ്ങാണ്ടുണ്ടായിരുന്നു. അയ്യോ, എന്താ എല്ലാരും കൂടെ? അതൊക്കെ പറയാം. അകത്തിരിക്കുന്ന ഇറക്കി വിടുമ്പോളെ ആരാടി ഈ പാതിരാത്രിക്ക് മനുഷ്യന്റെ ഉറക്കം കളയാന്? എന്താ മെമ്പറെ? രാഘവനെപ്പോ ഞാൻ മെമ്പറെ കുറച്ച് വിളിച്ച്. റോഡിൽ ഒരു മരം വീണ്, വണ്ടി ഒന്നും പോകുന്നില്ല. ഞാൻ തിരിച്ചു പോകും. അല്ല, എന്താ മെമ്പർ ഈ രാത്രിയില്? ഞാനോ? ഞാൻ ഓട്ട് വെച്ച് വന്നേ. ചിന്ന ആന. മെമ്പറെ ചെല്ല് ചെല്ല്. ഉടായിപ്പായിട്ട് ഇറങ്ങിയിരിക്കുക. എന്താണ് നിക്കടി? കേറി പൊടി. ആകെ നാണക്കേടായി. എന്നാലും അങ്ങനെ എന്ത് വിചാരിച്ചു കാണും? ഞാൻ പെട്ടല്ലോ. എന്നാലും ഇതെങ്ങനെ സംഭവിച്ചു? നീ എന്നെ കിണറ്റിൽ ചെല്ലണം പോവാണോടാ? ആ പൂക്കിലെന്ത്? എന്തോടി അവിടെ ശബ്ദം കേട്ടത്? ആരടി പാതിരാത്രിക്ക് മനുഷ്യനെ? അകത്തേറിയവരെ പൊക്കി. എടാ നീയോ? അയ്യോ, അയ്യോ, എടാ മൊട്ട, നീ എന്നെ അടിച്ചല്ലേടാ? നിന്റെ മൊട്ട പറമ്പിൽ പോടാ. തലകുട്ടി അല്ല ചട്ടികുട്ടി വസൂലിക്കും. ഞാൻ പോടാ, അങ്ങ് വന്നേരം നമുക്ക് കണ്ടേക്കാം. ഇത് മതി. ഇടി ചെറിയ